ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നും ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഇന്നിപ്പം നമ്മളൊരു ലോങ് വീഡിയോ ഇട്ട് നോക്കാം എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വൈകിട്ടത്തെ ആഹാരത്തിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വൈകിട്ട് അടയാണ് ഉണ്ടാക്കുന്നത്. അട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് മാവ് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ദോശക്കല്ല് കനം കുറച്ച് പരത്തി കൊടുക്കുവാണേ. അതിനകത്തോട്ട് നമ്മൾ തേങ്ങായും ഇവിടെ ഞാൻ പഞ്ചസാരയാണ് വെക്കുന്നത്. ശർക്കര ചേർക്കുന്ന ഒന്നുകൂടെ നല്ലത്. എന്നാലും പഞ്ചസാരയും കൂടെ ചേർത്ത് മടക്കി വെച്ച് നല്ലതുപോലെ മുരിച്ചെടുക്കും. ഞാൻ ഇതിനകത്ത് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു രുചി കൂടുതലിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നും നമ്മൾ വീഡിയോ ഇടണമെന്ന് ഓർക്കും, എന്നാലും നമുക്ക് അധികം സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് സത്യം പറഞ്ഞ് ഞാൻ വീഡിയോ ഒന്നും ആയിട്ട് ഇടാത്തത്. പക്ഷേ മോൻ എപ്പോഴും എന്നോട് പറയും, അമ്മ വീഡിയോ ഇട് എന്നൊക്കെ പറയുവേ. അപ്പം മോൻ്റെ നിർബന്ധത്തിന് വേണ്ടി ഇന്ന് ഞങ്ങളൊരു വീഡിയോ ഇട്ട് നോക്കിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പം ഞങ്ങൾക്ക് വൈകിട്ട് അട ഉണ്ടാക്കുന്നതെങ്കിലും കുട്ടികൾക്ക് അട അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാഗിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മാഗി ഞാൻ നല്ലൊരു ആഹാരമൊന്നും ആണെന്ന് പറയുന്നില്ല, എന്നാലും അവർക്കിടയ്ക്കെങ്കിലും വേണമെന്ന് പറയുമ്പം അവർക്ക് വേണ്ടി ഇവിടെ മേടിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ എടുത്ത് കൊടുക്കുവേ. ഇവിടെ ഇളയ ആൾക്ക് മഞ്ഞ മാഗിയാണ് ഇഷ്ടമെന്നും പറഞ്ഞ് അത് വേണമെന്നും പറഞ്ഞായിരുന്നു വഴക്ക്. പിന്നെ അത് എടുത്ത് കൊടുക്കുക രണ്ടു പേർക്കും കൂടെ. അപ്പം ഞാൻ ഇവിടെ മാഗി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലാണ് വെക്കുന്നത്. എനിക്ക് മാഗി ഇടുമ്പോൾ ഇത് വേകുമോയെന്നും ഒക്കെയുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങ് അധികം ഡ്രൈ ആയിട്ട് എടുക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ലാസ്റ്റ് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ സോസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ അത്താഴം ഇങ്ങനെയൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.